തിരുവനന്തപുരത്ത് പ്രധാനമന്ത്രിയെ യാത്രയാക്കുന്ന സമയത്ത് കൗൺസിലർ ആർ ശ്രീലേഖ വേദിയിൽ നിന്ന് മാറി നിന്ന സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വളരെ ചർച്ചയായി നടക്കുകയാണ്. BJP നേതൃത്വവുമായിട്ടുള്ള പ്രശ്നമാണ് കാരണമെന്ന് വിമർശനം വന്നതോടുകൂടി വിശദീകരണവുമായി ശ്രീലേഖ തന്നെ രംഗത്ത് വന്നു. തനിക്ക് രാഷ്ട്രീയം പുതിയതാണെന്നും അച്ചടക്കമാണ് പ്രധാനപ്പെട്ടതെന്നുമാണ് ശ്രീലേഖയുടെ ഫേസ്ബുക്ക് സ്റ്റോറി പ്രത്യക്ഷപ്പെട്ടത്. അപ്പോൾ ഈ വിഷയത്തിൽ ശ്രീലേഖയെ അനുകൂലിച്ചും എതിർത്തുമൊക്കെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ പ്രതികരണങ്ങൾ വരുന്ന ഒരു ഘട്ടത്തിൽ ശ്രീലേഖ ഏത് തരത്തിലാണ് ഈ വിഷയത്തെ പ്രതികരിച്ചത്, അങ്ങനെ ഒരു പ്രതികരണവും ഇപ്പോൾ വരുന്ന വിശദീകരണത്തെ നമുക്ക് ഏത് രീതിയിൽ മുഖവിലേക്ക് എടുക്കേണ്ടതുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചത് ഈ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് നമുക്കൊന്ന് പരിശോധിക്കാം. TS ഹരികൃഷ്ണ, സൗമ്യ കൃഷ്ണൻ എന്നിവരാണ് ന്യൂസ് ഡെസ്കിൽ നിന്നും ചേരുന്നത്. ഹരി, ഈ വിഷയത്തിൽ എന്താണ് ശ്രീലേഖയ്ക്ക് സംഭവിച്ചത്? കാരണം ഒരു വലിയ പരിപാടിയാണ്, അവിടെ പ്രധാനമന്ത്രി എത്തുന്നു. പ്രധാനമന്ത്രി എല്ലായ്പ്പോഴും എത്തുന്നത് പോലെയല്ല, BJPക്ക് വലിയ ഹൈപ്പ് ഉണ്ടാക്കിയ ഒരു സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി എത്തുന്നത്. അപ്പോൾ പൊളിറ്റിക്കലി കുറച്ചുകൂടി സമീപിക്കേണ്ട ഒരു സമയമാണ്. അപ്പോൾ അവിടെയാണ് ഈ 33.5 വർഷത്തെ ഔദ്യോഗിക ജീവിതം കഴിഞ്ഞ ശേഷം രാഷ്ട്രീയത്തിലേക്ക് വന്നിട്ട് 1.5 വർഷമാകുന്നേ ഉള്ളൂ ശ്രീലേഖ. വന്നതിന് ശേഷം അവിടെ മത്സരിക്കുന്ന ശാസ്ത്രമംഗലത്തെ കൗൺസിലറായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്രതീക്ഷിതമായിട്ടുള്ള കാര്യങ്ങളാണ് സംഭവിക്കുകയൊക്കെ ചെയ്തത്. അപ്പോൾ ശ്രീലേഖയ്ക്ക് നേരെ വലിയ ആക്രമണങ്ങളും അല്ലെങ്കിൽ ശ്രീലേഖയെ പരിഹസിച്ചുകൊണ്ടൊക്കെ ട്രോളൊക്കെ വരുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ. അപ്പോൾ അതൊക്കെ ഏറ്റുവാങ്ങേണ്ടി വരുന്ന അവസ്ഥയാണോ ശ്രീലേഖയ്ക്കുള്ളത്? അതൊക്കെ അങ്ങനെ ഒരു അറ്റാക്ക് ആവശ്യമുണ്ടോ? ആ ഒരു സംഭവം, ആ ഒരു എല്ലാവരും പ്രേക്ഷകർ കണ്ട ആ വിഷ്വൽ ഉണ്ടല്ലോ, ആ ദൃശ്യങ്ങൾ, അത് നേരിട്ട് കണ്ട ആളാണ് ഞാൻ. കാരണം ഞാൻ പ്രധാനമന്ത്രിയുടെ പരിപാടി നടക്കുമ്പോൾ ഞാൻ അവിടെ ഉണ്ടായിരുന്ന സമയമാണ്, അത് റിപ്പോർട്ട് ചെയ്യാൻ പോയ ആളാണ്. അപ്പോൾ ഞാൻ കണ്ട കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പ്രസംഗം അവസാനിപ്പിച്ചു കഴിഞ്ഞു. അത് കഴിഞ്ഞ് നന്ദി പ്രസംഗമാണ്. നന്ദി പ്രസംഗത്തിൽ സംസാരിക്കുന്നത് ശോഭാ സുരേന്ദ്രനാണ്. ആ വേദിയിൽ 4 പേരെ സംസാരിച്ചുള്ളൂ. ഒന്ന് VV രാജേഷ്, രണ്ടാമത് രാജീവ് ചന്ദ്രശേഖർ, പിന്നെ പ്രധാനമന്ത്രി. അത് കഴിഞ്ഞ് നന്ദി പ്രസംഗം ശോഭാ സുരേന്ദ്രൻ. ശോഭാ സുരേന്ദ്രൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ പ്രധാനമന്ത്രി ആ വേദിയിൽ നിന്ന് മടങ്ങുന്നു എന്ന് പറയുമ്പോൾ അവിടെ BJP മറ്റ് നേതാക്കളുണ്ട്, ഭാരവാഹികളും മറ്റ് ചുമതലയുള്ള നേതാക്കളും ഒക്കെ ഉണ്ട്. അവർക്കൊക്കെ പോകുന്നു, തൊഴുന്നു, കൈകൂപ്പുന്നു, കൈ തൊട്ട് ഷേക്കാൻ്റെ കൊടുത്ത് അവിടുന്ന് യാത്ര അയക്കുകയാണ്. പ്രധാനമന്ത്രി യാത്ര അയക്കുന്നു. അവിടെ ആ ഒരു തിരക്കായിരുന്നു ആ സമയത്ത്. അപ്പോൾ എല്ലാ നേതാക്കളും പ്രധാനമന്ത്രി ആ VIP വഴി നടന്നു പോകുന്ന സമയത്ത് എല്ലാ നേതാക്കളും അങ്ങോട്ടേക്ക് മാറി. അപ്പോഴാണ് ശ്രീലേഖ മാത്രമായിട്ട് അവിടെ നിൽക്കുന്നത്. ഫ്രണ്ട് റോ അല്ല, 2ാമത്തെ റോയുടെ ഇങ്ങേ അറ്റമാണ് ശ്രീലേഖ ഇരുന്നത്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആണല്ലോ. അപ്പോൾ അവിടെ ഇരിക്കുകയായിരുന്നു. ശോഭാ സുരേന്ദ്രൻ ഫ്രണ്ട് നിന്ന് ആ പോഡിയത്തിൽ നിന്ന് സംസാരിക്കുന്നു. അപ്പോൾ അവിടെ നിൽക്കുന്ന സമയത്താണ് ശ്രീലേഖയ്ക്ക്, എനിക്ക് തോന്നുന്നത് ശ്രീലേഖയ്ക്ക് അപ്പോഴൊരു ആശയക്കുഴപ്പം ഉണ്ടായിരുന്നു, ഞാൻ അങ്ങോട്ട് പോകുന്നോ വേണ്ടേന്ന്. പക്ഷേ ഒരു രാഷ്ട്രീയക്കാരാണെങ്കിൽ, അതായത് ശ്രീലേഖ ഇപ്പോഴും പഴയ DGP എന്ന നിലയിലേക്ക് ഒരു പ്രധാനമന്ത്രിയെ കണ്ടപ്പോൾ ഇങ്ങനെ അറ്റൻഷനോടുകൂടി അവിടെ നിന്നൊന്നാണോ? അതായത് അവർ ആ വിശദീകരണത്തിൽ നിന്ന് അങ്ങനെ വേണം പറയാം. അതായത് ഒരു VVIP പരിപാടി, ഒരു പോലീസ് ഉദ്യോഗസ്ഥ എന്നുള്ള നിലയിൽ 33 വർഷത്തെ അവരുടെ സർവീസ് പാരമ്പര്യത്തിൽ ഒരു VVIP വരുമ്പോൾ എങ്ങനെ പെരുമാറണം എന്നുള്ളത് അവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. അവർ അതും പറയുന്നുണ്ട്, രാഷ്ട്രീയത്തിൽ അവർ പുതിയതാണ്. അവർ അച്ചടക്കവും മര്യാദയും ഒരു VVIP വരുമ്പോൾ അത് ആ വേദിയിൽ കാണിക്കണം എന്നുള്ള ഒരു സ്റ്റാൻഡ് എടുത്ത് അവിടെ നിന്നതാണ്. അതല്ല, ഇനി നേരത്തെ ഇവിടെ തെരഞ്ഞെടുപ്പിൽ മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെട്ടു എന്ന രീതിയിലൊക്കെ തന്നെ വാർത്ത വരികയും അങ്ങനെയുള്ള രീതിയിലൊരു പ്രതീക്ഷയൊക്കെ പങ്കുവയ്ക്കപ്പെട്ട വ്യക്തിയാണ്. ആ നിലയ്ക്ക് അത് കിട്ടാതെ പോയതിൻ്റെ അമർഷം കൂടി ഇപ്പോഴും അങ്ങനെ കാണിക്കുകയാണ്. കാരണം ഇത് ആദ്യത്തെ സത്യപ്രതിജ്ഞ ചെയ്ത സമയത്ത് ഇവരുടെ അസാന്നിധ്യവും ഇവർ നേരത്തെ തന്നെ പരിപാടി വിട്ട് പോകുന്നതൊക്കെ ചർച്ച ചെയ്തതാണ്. അങ്ങനെ ഒരു അമർഷം അല്ലെങ്കിൽ മുഖംതിരിക്കൽ ഇപ്പോഴും ഉണ്ടോ? ചർച്ചയാകാനുള്ള കാരണം അതാണ്. അന്ന് മേയർ, ഡെപ്യൂട്ടി മേയർ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സമയത്ത് ആ ചടങ്ങ് പൂർത്തിയാകുന്നതിന് മുമ്പേ ശ്രീലേഖ പോകുന്നത് നമ്മൾ കണ്ടതാണ്. പിന്നെ ഇന്ന് ആ വേദിയിൽ നടന്ന സംഭവമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കളാരും അവരെ അങ്ങോട്ട് ക്ഷണിച്ചില്ല. പ്രധാനമന്ത്രി അവിടെ നിൽക്കുന്ന സമയത്ത് ആരെങ്കിലും അവരെ ക്ഷണിക്കേണ്ടതില്ല. അവർക്ക് വേണമെങ്കിൽ അങ്ങോട്ട് പോവാം. അവരെ മാറ്റി നിർത്തിയതല്ല, അവർ മാറി നിന്നതാണ്. മാറി നിന്നതിന്റെ കാരണമാണ് അവരിങ്ങനെ വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സൗമ്യ, അതായത് ശ്രീലേഖ എന്നത് IPS കാരിയാണ്, നമ്മുടെ മുന്നിലറിയാം, മുൻ DGP ആണ്. പക്ഷേ ഇന്ന് അവർ ആ പൊസിഷനിലല്ല. ഇന്നവിടെ ശാസ്ത്രമംഗലത്തെ ആയിരക്കണക്കിന് വരുന്ന ആളുകളുടെ പ്രതിനിധിയായിട്ട് അവിടെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൊടിക്കീഴിൽ നിന്നാണ് മത്സരിച്ചത്. അങ്ങനെ ഒരുപാട് പച്ചയായിട്ടുള്ള യാഥാർത്ഥ്യങ്ങൾ ഉള്ളപ്പോൾ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു വേദിയിൽ ഇങ്ങനെയായിരുന്നു ശ്രീലേഖ പെരുമാറിയിട്ടുണ്ടിരുന്നത്? ഇതിൽ തീർത്തും അടിസ്ഥാനപരമായ ഇതിൻ്റെ ഉത്തരം വ്യക്തിപരമായ തീരുമാനമാണ്, അങ്ങനെ ഒരു വേദിയിൽ എന്ത് ചെയ്യണം എന്നുള്ളത്. പക്ഷേ ഇതിന് ചില രാഷ്ട്രീയ മാനങ്ങളുണ്ട്. പ്രത്യേകിച്ച് നിയമസഭാ തെരഞ്ഞെടുപ്പിന് വേണ്ടി 3 മുന്നണികളും കൃത്യമായ പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞ ഒരു സാഹചര്യം, പരസ്പരം അന്യോന്യം എന്തൊക്കെ ആരോപണങ്ങൾ ഉന്നയിക്കാമോ അതൊക്കെ ഉന്നയിക്കുന്ന ഒരു സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഈ സമയത്ത് പ്രധാനമന്ത്രി പോലെ നരേന്ദ്രമോദി എന്ന വ്യക്തി എത്രത്തോളം പ്രധാനപ്പെട്ടതാണ് BJPയെ സംബന്ധിച്ച് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അത്തരമൊരു പ്രധാനമന്ത്രി എത്തുന്ന വേദിയിൽ
എന്തായിരുന്നു ചെയ്യേണ്ടിയിരുന്നത് എന്നതുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഇത് ആദ്യം തന്നെ പറഞ്ഞ കാര്യം ഒന്നുകൂടി ആവർത്തിക്കാം. അതായത് ഇത് ശ്രീലേഖയുടെ തീരുമാനമാണ്, വ്യക്തിപരമായ തീരുമാനം തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ പാർട്ടിയെ അവിടെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. കാരണം മറ്റൊന്നുമല്ല, പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. ശ്രീലേഖ ഉത്തരം പറയേണ്ടി വരുന്നുണ്ട്. ഒരു പാർട്ടി, ഒരു മുന്നണിയെ സംബന്ധിച്ചിടത്തോളം, ഒരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഐക്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ടമായി എപ്പോഴും ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാര്യം. അക്കാര്യത്തിൽ ശ്രീലേഖ ഒരു വടി കൊടുത്തിരിക്കുകയാണ്. അത് പറയാൻ കാര്യം രണ്ടുപേരാണായിരുന്നല്ലോ അന്ന് ചർച്ചയ്ക്ക് ഈ കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പിന് ശേഷം ആരാണ് മേയർ ആകേണ്ടത് എന്ന കാര്യത്തിൽ. അവിടെ വി രാജേഷിന്റെ പേര് ആദ്യം വരുന്നു, ശ്രീലേഖയുടെ. അന്ന് RSS ആണ്, RSSന്റെ ഭാഗത്തു നിന്ന് വന്ന ഒരു നിർദ്ദേശമാണ് പൊളിറ്റിക്കലി കുറച്ച് രാഷ്ട്രീയ പക്വതയുള്ള, അല്ലെ പക്വത എന്ന് പറയുന്നത് അനുഭവമുള്ള ഒരാളാകട്ടെ എന്നതായിരുന്നു എടുത്ത തീരുമാനം. പക്ഷെ എടുത്ത തീരുമാനം ശരിവെക്കുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ പെരുമാറുന്നത്. കാരണം ഞാൻ സൗമ്യ ഹരികൃഷ്ണൻ, ഞാൻ കേവലം ഒരു ലളിതമായ ഒരു ഉദാഹരണം പറയാണ്. ഇതുപോലെ ശ്രീലേഖ ആയിരുന്നു അവിടെ ഒരു മേയർ ആയിരുന്നുവെങ്കിൽ ആളുകളെ സംബന്ധിച്ച് അവർ ആക്സസ് കിട്ടുക എന്നുള്ളതാണ്, പെട്ടെന്ന് ചെല്ലാൻ കഴിയുക. ഇപ്പോൾ അന്ന് കണ്ട കാഴ്ച ഓർമ്മയുണ്ടോ? വി രാജേഷിനെ കെട്ടിപ്പിടിക്കുന്നതും അതുപോലെ തന്നെ മറ്റ് കൗൺസിലർമാർ അന്ന് വേദിയിലുണ്ടായിരുന്നവരെയൊക്കെ എങ്ങനെയാണ് നരേന്ദ്രമോദിയുമായുള്ള അടുപ്പം അവർ കാഴ്ചവെച്ചത്. ആ വിഷ്വലിന് വലിയ പ്രസക്തിയുണ്ട്, രാഷ്ട്രീയമായും വലിയ കാരണങ്ങൾ. കൗൺസിലർമാർ, അതായത് വി രാജേഷ് ഉണ്ടായിരുന്നു, മേയറാണ്, സ്വാഭാവികമായിട്ടും ആ രീതിയിൽ അവിടെ അംഗീകരിക്കപ്പെടേണ്ട ആളാണ്. പിന്നെ വന്നത് ഡെപ്യൂട്ടി മേയറാണ്. പിന്നെ ഉള്ളതെല്ലാം ഭാരവാഹികളും മറ്റുമൊക്കെയാണ്, മറ്റു കൗൺസിലർമാരെല്ലാം വരാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആയതുകൊണ്ടാണ് ശ്രീലേഖ ആ വേദിയിൽ വന്നത്. അതുകൂടി നമ്മൾ ഓർക്കണം. പിന്നെ പാർട്ടി പ്രതിരോധത്തിലാവുമെന്ന് പറയുമ്പോഴും ശ്രീലേഖ ചെയ്തത് തെറ്റാണ് എന്ന് പറയാൻ പറ്റില്ലല്ലോ. തെറ്റാണെന്ന് ഒരിക്കലും, അതാണ് ഞാൻ ആദ്യം തന്നെ പറഞ്ഞത്. തെറ്റാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുമല്ല, നമുക്കൊരു കാര്യം മുന്നോട്ടേക്ക് വെക്കാനും പറ്റില്ല. ഇത് വ്യക്തിപരമായ തീരുമാനമാണ്. ട്രോളുന്നത് ശരിയല്ല, ഒട്ടും ശരിയല്ല. ട്രോളുന്നത് ശരിയല്ല എന്ന് മാത്രമല്ല, വിമർശിക്കാൻ പോലും ഒരു പരിധിയുണ്ട്. പക്ഷേ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ എന്ന നിലയിൽ, നമുക്ക് താല്പര്യമുള്ള ഒരു വിഷയം എന്ന നിലയിൽ, ഇത് ഇങ്ങനെയാണോ ഒരു രാഷ്ട്രീയ നേതാവ് ചെയ്യേണ്ടത്, പെരുമാറേണ്ടത്? ഇങ്ങനെയാണോ നമ്മൾ പ്രതീക്ഷിക്കുന്നത്? ജനം നമ്മൾ എന്തായാലും എന്റെ വ്യക്തിപരമായ അഭിപ്രായം, മേയർ സ്ഥാനത്തേക്ക് ഒരു പക്ഷേ കൊണ്ടുപോകാഞ്ഞത് അല്ലെങ്കിൽ മേയർ സ്ഥാനം നൽകാതിരുന്നത് ഒരർത്ഥത്തിൽ ശരിയായ തീരുമാനമായിരുന്നു. കാരണം വി രാജേഷ് ഇപ്പോൾ മേയർ ആയതിനു ശേഷം കുറച്ചുകൂടി കഴിഞ്ഞ ലെഫ്റ്റിന്റെ കാലത്തേക്കാൾ ഒരുപാട് അവിടുത്തെ ഒരു മേയർ മേയറെ സമീപിക്കാനൊക്കെയുള്ള പ്രതിബന്ധങ്ങളെല്ലാം നീങ്ങുകയും എപ്പോൾ വേണമെങ്കിലും ആളുകൾക്ക് അവിടെ ചെല്ലാം എന്നുള്ള അതൊരു രാഷ്ട്രീയ പക്വതയാണ്. ഞാൻ പറഞ്ഞത് രാഷ്ട്രീയ പക്വതയാണ്. ആ രാഷ്ട്രീയ പക്വത ഒരുപക്ഷെ ശ്രീലേഖയിൽ നിന്നും, അത് തെറ്റല്ല. ശ്രീലേഖ 33.5 വർഷക്കാലം ഇരുന്ന ഒരു കസേരയുടെ ഒരു ഇമ്പാക്റ്റ് ആണ്. അങ്ങനെ നമുക്ക് പറയാൻ അല്ല, നമുക്ക് പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് അത് വലിയ കാര്യം തന്നെയാണ്. അത് മേയർ ആയാലും ഡെപ്യൂട്ടി മേയർ ആയാലും ഒരു കൗൺസിലർ ആയാലും വാർഡ് മെമ്പർ ആയാലും ആരായാലും പബ്ലിക്കിന് പെട്ടെന്ന് അക്സസ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ്. അത് ഓക്കെ, അത് സമ്മതിക്കുന്നു. പക്ഷെ ഇതില് ഇപ്പം പാർട്ടി പ്രതിരോധത്തിലാകുമെന്ന് പറയുമ്പോൾ പാർട്ടിക്കാർക്ക് ആർക്കും ശ്രീലേഖ വിമർശിക്കാൻ പറ്റില്ല. വിമർശനമല്ല, അവിടെ ചോദ്യം വരുന്നത് ഇപ്പോൾ നമ്മുടെ ചർച്ചയിൽ പോലും ഈ ഒരു ഭാഗം വന്നു. അതായത് മേയർ സ്ഥാനത്തേക്ക് പരിഗണിക്കപ്പെടാതിരുന്നതിന്റെ, അല്ലെങ്കിൽ ആദ്യം അങ്ങനെ വാഗ്ദാനം ചെയ്തിട്ടാണ് തന്നോട് തെരഞ്ഞെടുപ്പിന് മത്സരിക്കാൻ പ്രേരിപ്പിച്ചത്, പിന്നീട് തന്നില്ല എന്ന ഒരു പ്രസ്താവന നടത്തുക കൂടി ചെയ്തതുകൊണ്ട്, അങ്ങനെ ഒരു പരാമർശം മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നടത്തുക കൂടി ചെയ്ത ഒരാളാണ്. അങ്ങനെ മാറി നിൽക്കുമ്പോൾ ഇത് അതുകൊണ്ടാണോ എന്ന് ചുറ്റുമുള്ളവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്നു. അങ്ങനെ ഒരു ചിന്ത വരുന്നത് ചർച്ചയിലേക്ക് കൊണ്ടുവരുന്നത് അത് തീർച്ചയായും പ്രതിരോധത്തിലാക്കുന്ന ഒരു കാര്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് വേണ്ടിയിരുന്നില്ല. തീർച്ചയായും. അപ്പോൾ അങ്ങനെ ചില കാര്യങ്ങളിൽ, ചില ഇടത്ത് രാഷ്ട്രീയമായിട്ടുള്ള ചില പക്വതകൾ കാണിക്കേണ്ടതായിരുന്നു ശ്രീലേഖ. പക്ഷേ അതേസമയം ശ്രീലേഖ അങ്ങനെ അപഹാസ്യയാക്കുന്ന രീതിയിലേക്ക് വിമർശനങ്ങളും ട്രോളുകളും ഒക്കെ തന്നെ പോകുന്നതും ശരിയാണോ എന്ന ചോദ്യം കൂടി